നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വോട്ടിടുന്ന ദിവസമാണ്. 12:45 എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു. ചോറ്, മീൻകറി, വാള മീൻകറി, ഏത്തങ്കാവിയൽ ഇത്ര മാത്രമേ വെച്ചുള്ളൂ. കുളിയെല്ലാം കഴിഞ്ഞതേ വോട്ടിടാൻ പോകാൻ നിൽക്കുകയാണ്. തിരക്കുണ്ടോയെന്ന് അറിയില്ല. രാവിലെയൊക്കെ ആയിരിക്കും തിരക്ക്. ഉച്ച സമയത്ത് അധികം തിരക്കുണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ഒരു കണ്ടൻറ്റും ഇല്ല, വെറുതെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഇടുന്നത്. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞത്, ഞാൻ വീട്ടിലെ വിശേഷമാണ് ഇടുന്നത്, പിന്നെ ട്രാവൽ വ്ളോഗ്, കുക്കിംഗ് വ്ളോഗ് ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ട്. കുക്കിംഗ് വ്ളോഗ് പൊതുവേ ആർക്കും കാണാൻ വലിയ താല്പര്യമില്ല. അപ്പം നമ്മൾ ഡെയിലി വ്ളോഗ്സിൻ്റെ കൂട്ടത്തിൽ കുക്കിംഗ് വ്ളോഗ് ചെയ്യാറുണ്ട്. പിന്നെ ട്രാവൽ വ്ളോഗ്, നമുക്ക് ദിവസവും ട്രാവൽ ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഒക്കെ വരുമ്പോഴേ ട്രാവൽ ചെയ്യാൻ പറ്റും. ഞാൻ ട്രാവൽ വ്ളോഗ് അല്ല ചെയ്യുന്നത്. പിന്നെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ വീഡിയോസ് ഇടാറുണ്ട്. അതുകൊണ്ട് ട്രാവൽ വ്ളോഗ് അല്ല ചെയ്യുന്നത്. പൈസ എടുത്തോ? ഹരിതസേനയെന്ന് വേസ്റ്റ് എടുക്കാൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് എന്നും നമുക്ക് ട്രാവൽ വ്ളോഗും കുക്കിംഗ് വ്ളോഗും ഒന്നും ചെയ്യാൻ പറ്റില്ല. പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ ട്രാവൽ വ്ളോഗും കുക്കിംഗ് വ്ളോഗും ഫുഡ് വ്ളോഗും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ഉള്ള ദിവസം വീട്ടിലത്തെ വീഡിയോ അത് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അടുത്ത് ഞാൻ ഇന്നലെ ട്രിപ്പ് പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നിങ്ങളോട് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശ്മീർ വ്ളോഗ്, ഇൻ്റർനാഷണൽ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പോകുന്ന സ്ഥലം ഇതൊന്നുമല്ല. അതാരും കമൻറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. വേറെ തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ പോവും. കാശ്മീർ നമ്മൾ പോകാൻ ആക്ച്വലി പ്ലാൻ ചെയ്തതാണ്. പക്ഷേ കാശ്മീർ നമുക്ക് ഇതൊക്കെ 10 ഡേയ്സാണ് വെക്കേഷൻ ഹോളിഡേ, ക്രിസ്മസ് ഹോളിഡേ എന്ന് പറയുന്നത്. അപ്പോൾ 10 ദിവസത്തിനുള്ളിൽ നമുക്ക് പോയിട്ട് വരണം. കാശ്മീർ ആകുമ്പോൾ എന്തായാലും നമ്മൾ ബൈ കാറായിരിക്കും പോകുന്നത്. കാശ്മീർ ആകുമ്പോൾ നമുക്ക് 10 ദിവസം കൊണ്ട് പോയി വരാൻ പറ്റില്ല. യാത്ര തന്നെ വേണം 8 ദിവസം. 8 ദിവസം വേണം. 4 ദിവസം കുറഞ്ഞത് എന്തായാലും 4-5 ദിവസം വേണം. അപ്പോൾ അതുകൊണ്ട് 10-15 ദിവസത്തിൽ നമുക്ക് പോക്ക് നടക്കില്ല. അപ്പോൾ അത് നെക്സ്റ്റ് എന്തായാലും വെക്കേഷന് പോകാനാണ് മനസ്സിലിരിക്കുന്നത്. ലോങ് 2 months വെക്കേഷനിൽ. ഇതിപ്പോൾ ക്രിസ്മസിന് നമ്മൾ വേറൊരു സ്ഥലത്താണ് പോകുന്നത്. സർപ്രൈസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ, പോകുന്നതിൻ്റെ നമുക്ക് പറയാം. അപ്പോൾ ഇനി നമുക്ക് വോട്ടിടാൻ പോകാൻ ഞാൻ ഹരിതസേന ചേച്ചിമാർ വന്നിരിക്കണം, അങ്ങനെ അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. വോട്ടിടാൻ പോകാം. അതിന് മുന്നേ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് പോകാൻ നേടി ഞാൻ സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അഗാരയുടെ HT1120 2000 വാട്ട്സിൻ്റെ പ്രൊഫഷണൽ ഹെയർ ഡ്രയറാണിത്. ഇത് നമ്മുടെ മറ്റുള്ള ഹെയർ ഡ്രയർ പോലെ ബ്ലോ ഡ്രൈ മാത്രമല്ല തരുന്നത്, വേറെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ പവർഫുള്ളായിട്ടുള്ള AC മോട്ടറും നമുക്കൊരു പെർഫെക്റ്റ് എയർ ഫ്ലോയും ടെമ്പറേച്ചറും ആയിരിക്കും തരുന്നത്. അത് നമുക്ക് സലൂണിൽ സ്റ്റൈൽ ചെയ്യുന്ന അതേ റിസൾട്ട് തരുകയും ചെയ്യും. ഈസി സ്റ്റൈലിങ്ങിനായിട്ട് ഇതിന് 2 സ്പീഡും 3 ടെമ്പറേച്ചർ ഓപ്ഷനുമാണ് ഉള്ളത്. ഓട്ടോ ഷട്ട് ഓഫ് ഫംഗ്ഷൻ നമ്മുടെ ഈ ഒരു ഹെയർ ഡ്രയറിനെ ഓവർ ഹീറ്റിങ്ങിൽ നിന്നും ഹെയർ ഡാമേജിൽ നിന്നും ഒക്കെ സഹായിക്കും. ഇതിൽ വരുന്നത് ഒരു ഹെയർ ഡ്രയർ കോംബോ വരുന്നുണ്ട്, ഒരു കോൺസെൻട്രേറ്റർ വരുന്നുണ്ട്, പിന്നെ ഒരു ഡിഫ്യൂസർ നോസിലും വരുന്നുണ്ട്. നമ്മുടെ ഈ ഡിഫ്യൂസർ നോസിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെയറിന് നല്ല വോളിയൊക്കെ തോന്നിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഇത് ഹെയർ ഡ്രയർ കോംബ് നമുക്കിത് ഹെയർ സ്ട്രെയിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ വരുന്നത് ഒരു കോൺസെൻട്രേറ്റർ ആണ്. ഇത് നോർമലി നമ്മുടെ ഹെയർ ഡ്രയറിലൊക്കെ വരുന്ന ഒരു പർപ്പസ് തന്നെയാണ് ഇതിനുള്ളത്. ഈ ഒരു ഡിഫ്യൂസർ നോസിൽ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഹെയർ വോളിയം തോന്നിക്കും, അതുപോലെ കേളൊക്കെ അതുപോലെ തന്നെ കാണിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രിസ് ഫ്രീ ആയിരിക്കും, സ്മൂത്തർ ആയിരിക്കും, ഷൈനി ആയിരിക്കും, ലൈക്ക് സലൂൺ ഫിനിഷ്. ആക്ച്വലി നമുക്ക് ഈ ഒരു ഹെയർ ഡ്രയർ കൊണ്ട് ജസ്റ്റ് ഹെയർ ഡ്രൈ, ബ്ലോ ഡ്രൈ മാത്രമല്ലല്ലോ പർപ്പസ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ നമുക്ക് ഹെയർ ഒന്ന് വോളിമൈസ് ചെയ്ത് നമുക്കൊന്ന് കേളിയൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈൽ ചെയ്യാൻ പറ്റും. എല്ലാം 2-3 ഓപ്ഷനാണ് നമുക്ക് ഈ ഒരു ഹെയർ ഡ്രയർ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. പാർലറിലൊക്കെ പോയി ചെയ്ത് നമ്മുടെ ഹെയറൊക്കെ ഫുൾ ഡാമേജ് ആയി സ്ട്രെയിറ്റനിങ്ങും സ്മൂത്തനിങ്ങും അതുപോലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും എടുക്കാത്തവർക്ക് വീട്ടിലതേ ഇതുപോലൊരു സാധനം വാങ്ങിച്ച് വെച്ചാൽ നമുക്കൊരു പാർട്ടിക്കോ ഫംഗ്ഷനോ ഒക്കെ പോയി അടിപൊളിയായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റും കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാം. സീ, ദിസ് ഈസ് മൈ ഹെയർ ബിഫോർ ഡ്രൈയിങ് ആൻഡ് ദിസ് ഈസ് മൈ ഹെയർ ആഫ്റ്റർ ഡ്രൈയിങ്. സോ അഗാരയുടെ ഈ ഒരു ഹെയർ ഡ്രയർ
അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ വോട്ടിടാൻ പോവാണ്. നമ്മുടെ ഇവിടെ ഇലക്ഷന് നിൽക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. LDF ആയാലും UDF ആയാലും BJP ആയാലും 3 പേരും നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കാൻ തുടങ്ങി, വോട്ടിടാൻ വരുന്നില്ലേ, കണ്ടില്ല, എന്തേന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. എനിക്ക് സത്യം പറഞ്ഞാൽ പാർട്ടിയൊന്നുമില്ല. നമുക്ക് എല്ലാ പാർട്ടികളും എല്ലാ ദൈവങ്ങളും എല്ലാവരും ഒരുപോലെയാണ്. സ്ഥാനാർത്ഥി നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ സ്ഥലത്തിന് വേണ്ടി നമുക്ക് നല്ലത് ചെയ്തു തരുന്നതാരോ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുക, അത്രയാണ് എൻ്റെ പോളിസി. അല്ലാതെ നമ്മൾ പാർട്ടി നോക്കിയല്ല ഞാൻ വോട്ട് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ ഒരു പാർട്ടിയും ഇല്ല. നമുക്ക് നമ്മളൊരു ആവശ്യം പറഞ്ഞാൽ നമ്മുടെ ആ കാര്യം നല്ല രീതിയിൽ ഉടനടി തന്നെ സാധിച്ചു തരുന്നതാരോ അവരാണ് നമ്മുടെ സ്ഥാനാർത്ഥി, അത്ര തന്നെ. നിങ്ങൾക്കും അങ്ങനെയാണോ? നിങ്ങൾ പാർട്ടി നോക്കിയിട്ടാണോ വോട്ട് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വോട്ട് ചെയ്യാൻ എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് പെരുകാവിലുള്ള ഗ്രന്ഥശാലയുണ്ട് കേട്ടോ. അവിടെ വെച്ചിട്ടാണ് എല്ലാ പ്രാവശ്യവും വോട്ട് ചെയ്യുന്നത്. അപ്പോൾ രാവിലെയൊക്കെ പോയാൽ ഭയങ്കര തിരക്കായിരിക്കും. ഒരു ഉച്ച സമയമൊക്കെ പോകുമ്പോൾ അധികം തിരക്കുണ്ടാവില്ല. അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ജോലിയും എല്ലാം കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഇറങ്ങാമെന്നും പറഞ്ഞ് ഇറങ്ങിയത്. പക്ഷേ രക്ഷപ്പെട്ടു കേട്ടോ. ഇവിടെ വന്നപ്പോഴേക്കും ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല. ഞാനും ഏട്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നേരെ വന്നു, അപ്പോൾ തന്നെ കയറി. ഒന്നും ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല. എല്ലാവരുമൊക്കെ രാവിലെ വന്നു വോട്ടിട്ടിട്ട് പോയി. ഇനി വൈകിട്ട് ചിലപ്പോൾ തിരക്കുണ്ടാവാം. ഉച്ചയ്ക്ക് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ കയറി വോട്ടിട്ടു ഇറങ്ങി. അകത്തെ വീഡിയോ ഒന്നും ഞാൻ എടുക്കാനായിട്ട് നിന്നില്ല. ചിലപ്പോൾ വോട്ടിട്ടിട്ട് കയ്യിൽ ഇതുപോലുള്ള ഇങ്ക് തേക്കുമ്പോൾ വാരി പൂശിയൊക്കെ തേക്കാറുണ്ട്. ഇതിപ്പോൾ മാന്യമായിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ വോട്ട് ചെയ്ത പാർട്ടി ജയിക്കട്ടെ എന്നൊരു ആഗ്രഹത്തിലാണ് തിരിച്ചതേ വീട്ടിലേക്ക് വരുന്നത്. ഇനി നമുക്ക് ചോറ് കഴിച്ചാലോ? ചോറ് വേറെ കേട്ടോ, വേറെ കഴിക്കുമെന്നറിയില്ല. ഇതായിരുന്നു കേട്ടോ. ഇത് എനിക്ക് മില്ലറ്റ് മിക്സ് പുട്ട്, എൻ്റെ സലാഡ്. ഇതിൽ ഞാൻ ആദ്യം പുട്ടെടുത്ത് വെച്ചു. എന്നിട്ട് ഞാൻ ആ പാത്രത്തിലേക്ക് മാറ്റി. വിശാലമായിട്ട് ഇതിൽ കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് വലിയ പ്ലേറ്റിലേക്ക് മാറ്റി. വാള മീൻകറി, തേങ്ങയൊന്നും ഉരയ്ക്കാണ്ട് വച്ചതാണേ. ഇവിടെ വയറിൻ്റെ കഷ്ണം കഴിക്കാത്തവരുണ്ട്. പിന്നെ ഇത് ഞാൻ ടേബിളിൽ കൊണ്ടുവച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളടുത്ത് കഴിക്കുകയാണ് പതിവ്. പക്ഷേ എൻ്റെ പ്ലേറ്റിൽ എനിക്ക് ഫോട്ടോ എടുത്ത് ഡയറ്റീഷ്യൻ അയച്ചു കൊടുക്കണം. അതുകൊണ്ട് 2 പീസ് ഇതിലേക്ക് വയ്ക്കാം. തലേന്ന് എനിക്കുണ്ട്. ഞാനീ വളരെ തലേന്ന് കഴിക്കില്ല. വേദയ്ക്കും 1 പീസ് വെച്ച് കൊടുക്കാം. ഏട്ടൻ അവിടെ കൊണ്ടുവച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് കഴിക്കും. വേദയ്ക്ക് വലിയ പീസ് നോക്കി എടുത്തതാണ്, പക്ഷേ കിട്ടില്ല. എൻ്റെ ഉടമ്പില്ലി മുളകൊക്കെ ഇട്ടാണ് വെച്ചത് കേട്ടോ. ഇനി ഏത്തങ്ക അവിയൽ. വേറെ എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ കഴിച്ചാൽ. ഇതിനി കഴിക്കണോ ഇല്ലയെന്നറിയില്ല. അപ്പോഴേ നമുക്കിനി പോയി കഴിച്ചിട്ട് വരാം. വേദാവാ, ഒരു കഷ്ണം മതിയാടാ, വേണമെങ്കിൽ എടുക്കാമേ. എൻ്റെ സലാഡ് കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ച ഊണ് എന്ന് പറയുന്നത്. വേദയ്ക്ക് തല വേണമെന്ന്. വേദ തലേന്ന് അങ്ങനെ കഴിക്കാത്തതാണ്. കഴിച്ച് തൊണ്ടയിൽ കൊടുക്കരുത് കേട്ടല്ലോ. അപ്പോഴേ നമുക്ക് വിശാലമായിട്ട് കഴിച്ചിട്ട് കാണാം. വെജിറ്റബിൾസൊക്കെ മസ്റ്റായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും അവിയലൊക്കെ എടുത്തത്. ഉണക്കലി മുളക് കഴിച്ചിട്ടാണ്. ഇതിൽ ഇനിയും മുളകുണ്ടായിരുന്നെങ്കിൽ അതിനാണ് തപ്പണത്. കിട്ടി. ഇനി 2 കഷ്ണം കൊണ്ട് മുളക് കാണും. അപ്പം നേരെ കഴിച്ചിട്ടാണ്. ചോറ് കഴിച്ചിട്ട് കാണാമെന്ന് പറഞ്ഞ് ചോറും കഴിച്ച് ഒരു ഉറക്കം ഉറങ്ങി. ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു. ഉറക്കം ഉറങ്ങിയെന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള ഉറക്കമൊന്നുമല്ലായിരുന്നു. ഉറങ്ങി അത്രയേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ക്ഷീണം.
പിന്നെ വേദക്കുട്ടിക്ക് വയ്യ കേട്ടോ, പാവം വേദയ്ക്ക് കോൾഡ് പിടിച്ചു, അങ്ങനെ മൂക്കടങ്ങിയിരിക്കണു. അതേ ഉള്ളൂ, വേറെ വയ്യായികൊന്നുമില്ല. അപ്പോൾ അവൾ ആവി പിടിച്ച് നടക്കണം. ഇന്നലെ ഓട്ടോവിന് ഒഴിച്ച് മൂക്കൊക്കെ നീറണമെന്നും പറഞ്ഞ് കരങ്ങി നടക്കണം. ഇന്നലെ തിയേറ്റർ ഞങ്ങൾ സിനിമയ്ക്ക് പോയിരുന്നു കേട്ടോ. ഇന്നലെ അത് പറയാൻ വിട്ടുപോയി. കളങ്കാവൽ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ തിയേറ്ററിൽ ഇരുന്ന് എന്തോ തണുപ്പടിച്ചിട്ട് വേദയ്ക്ക് പെട്ടെന്ന്, അതിന് മുന്നേ ചെറിയ രീതിയിൽ കോൾഡ് ഉണ്ടായിരുന്നു. തിയേറ്ററിലൂടെ പോയി തണുപ്പടിച്ചപ്പോൾ കുറച്ചൊന്ന് മൂക്കടങ്ങി. മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കിഷ്ടമായി. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പറയുന്ന അത്ര ഇതില്ല, പക്ഷേ മമ്മൂക്കയുടെയും വിനായകൻ്റെയൊക്കെ പെർഫോമൻസ് സൂപ്പർ, അത് എടുത്ത് പറയണം. അല്ലാതെ എനിക്ക് കഥ ഇഷ്ടമായി, അത്രയേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഭയങ്കര വാവ് സംഭവം അത് ഞാൻ പറയുന്നില്ല. അപ്പോഴേ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇവിടെ കഴിയുകയാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അഗാരയുടെ ഹെയർ ഡ്രയർ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾക്ക് അവിടെ ചെന്ന് ഷോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ്, വേറെ വിശേഷമൊന്നുമില്ല. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ടാറ്റാ ബൈ.